കൊല്ലം കരുനാഗപ്പള്ളിയിൽ കോടതിയിലെത്തിച്ച വിചാരണ കേസ് പ്രതിയുമായി ക്രിമിനൽ സംഘം റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ 8 പ്രതികൾ പിടിയിലായി. പിടിയിലായവരിൽ കാപ്പ കേസ് പ്രതികളുമുണ്ട്. ജിം സന്തോഷ് വധക്കേസ് പ്രതിയും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. അരുൺരാജ് കൊല്ലത്തും ചെയ്യുന്ന നമ്മൾ ആ ദൃശ്യങ്ങളെന്ന് കണ്ടതാണ്. ജയിലിൽ നിന്ന് വിചാരണയ്ക്ക് എത്തിച്ച പ്രതികൾ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഗുണ്ടകളായ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് റീൽസ് ചിത്രീകരിക്കാൻ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. പക്ഷേ സുരക്ഷാ വീഴ്ചയിൽ നടപടിയുണ്ടോ? ഈ റീൽസിന് അവസരമൊരുക്കി കൊടുത്ത പോലീസുകാർക്കെതിരെ നടപടിയുണ്ടോ? സുഹേൽ, കരുനാഗപ്പള്ളിയിലെ ഗുരുതരമായ സംഭവം അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്നാണ് പോലീസ് തന്നെ വിലയിരുത്തുന്നത്. കാരണം ഈ ക്രിമിനൽ കേസ് പ്രതി അതുപോലെ തന്നെ കൊലക്കേസ് പ്രതിയായ അലുവാദുലിനൊപ്പം ഈ കോടതി വളപ്പിൽ ഉള്ളിവെച്ച് റീൽസ് ചിത്രീകരിച്ചത് അതീവ ഗൗരവ സ്വഭാവത്തോടെയാണ് പോലീസ് കാണുന്നത്. ഈ സംഭവത്തിൽ നിലവിൽ ഈ റീൽസ് ചിത്രീകരിച്ച 8 കാപ്പ കേസ് പ്രതികളടക്കമുള്ള 8 പേരെയാണ് കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തതിന് പിന്നാലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ വേഗത്തിലുള്ളതാണ്. കാരണം എപ്പോൾ പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കരുനാഗപ്പള്ളി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പിന്നാലെ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചിട്ടുണ്ട്. ഈ കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അതീവ ഗൗരവത്തോടെ കാണണമെന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും സുരക്ഷാ വീഴ്ചയിൽ നടപടി ഉണ്ടാകും. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കേസുമെടുത്തിട്ടുണ്ട്. അരുൺരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.